ഹായ് ഹലോ, ഈ വീഡിയോ ഇടാൻ കുറച്ച് വൈകിപ്പോയി കേട്ടോ. നമ്മുടെ സ്കൂളിലെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചുള്ള കുറച്ച് ആഘോഷങ്ങളുടെ ഭാഗങ്ങളാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് പതാക ഉയർത്തലാണ്. അപ്പോൾ വളരെ മനോഹരമായിട്ടാണ് കുട്ടികൾ പലതരം വേഷത്തിൽ ഒരുങ്ങി അണിനിരന്ന് വന്നത്. അതൊന്നും നമുക്ക് കാണാതെ പോകാൻ പറ്റത്തില്ല. എന്ത് ഭംഗിയായിട്ടാണെന്നറിയാമോ? ഓരോ കുട്ടികളും നെഹ്റുവായിട്ടും സുഭാഷ് ചന്ദ്രബോസായിട്ടും ഝാൻസി റാണി ആയിട്ടും റാണി ലക്ഷ്മിഭായി ആയിട്ടും ഒക്കെ വേഷം കെട്ടി വന്നത്. അപ്പോൾ ഈ വീഡിയോ കുറച്ച് താമസിച്ചു, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അതുകൊണ്ട് ഇന്ന് ഈ വീഡിയോ ഞാൻ ഇടുന്നു. അപ്പോൾ എന്ത് ഭംഗിയുണ്ടല്ലേ, കുട്ടികൾ പല വർണ്ണ വേഷത്തിൽ നിൽക്കുന്നത് കാണാൻ. നമ്മുടെ ത്രിവർണ്ണ പതാകയും ഉയർത്തി ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ ഒരു അഭിമാനം തന്നെയാണല്ലേ. ആ കൂട്ടത്തിൽ എൻ്റെ ദേവൂസും ഉണ്ട് കേട്ടോ. അപ്പോൾ ദേവൂസിനെ നിങ്ങൾക്ക് ഞാൻ പ്രത്യേകം കാണിച്ചു തരേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞൂടെ എൻ്റെ ദേവൂസിനെ. അപ്പോൾ കുട്ടികളെ എല്ലാവരെയും നിരത്തി ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് കാണാനായിട്ട് വല്ലാത്തൊരു ഭംഗി തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ വെള്ള കളറിൽ പച്ചയും ഓറഞ്ചും എല്ലാം കൂടെയൊക്കെ ആകുമ്പോൾ എന്ത് ഭംഗിയായിട്ടാണെന്നറിയാവോ. പിന്നെ കുട്ടികൾ സ്റ്റേജിനകത്ത് പല പല പാട്ടുകളും അവതരിപ്പിച്ചു. അതെല്ലാം രക്ഷകർത്താക്കളും കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. അങ്ങനെ കുട്ടികളെല്ലാം പലവിധ പാട്ടുകളും പാടിയിട്ട് ഇവിടുന്ന് എൻ്റെ ദേവൂസും പാട്ടൊക്കെ പഠിച്ചുകൊണ്ടാണ് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ദേവൂസിന് ഒരു മനംമാറ്റം. പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് അവൻ വാശി പിടിച്ചു. പിന്നെ ഞാനും കരുതി നിർബന്ധിക്കണ്ട. അങ്ങനെ ബാക്കി കുട്ടികളെല്ലാം പല പല പരിപാടികൾ അവതരിപ്പിച്ചപ്പോൾ അവൻ ഇങ്ങനെ സ്റ്റേജിൻ്റെ വെളിയിൽ നിന്നും ഇങ്ങനെയെല്ലാം കണ്ടുകൊണ്ടിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. കുട്ടികളുടെ ഓരോ പാട്ടുകളും ഡാൻസും ഒക്കെ നല്ലതായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. ഈ കളറും കൂടെ ആയതുകൊണ്ടാണ് കൂടുതൽ വർണ്ണാഭമായത്. പിന്നെ എല്ലാവരെയും നിർത്തി പല ഫോട്ടോ സെഷനായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഫേവററ്റ് കുട്ടി ഓടി വന്നു എൻ്റെ അടുത്തേക്ക്. അപ്പോഴെന്തായാലും ഒരു സെൽഫി പതിവാണ്. അങ്ങനെ ഒരു സെൽഫിയൊക്കെ എടുത്തു ഇങ്ങനെ അപ്പോഴാണ് നമ്മുടെ സിനിക്കുട്ടി അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ഞാൻ കണ്ടത്. കുട്ടികളെല്ലാം സെറ്റാക്കി പിടിച്ചു നിർത്തി ഫോട്ടോ എടുക്കൽ, വീഡിയോ എടുക്കലൊക്കെയാണ് അവളുടെ പരിപാടി. അപ്പോൾ അവളറിയാതെ ക്യാമറയിൽ പകർത്തി ഞാനിത്. അപ്പോൾ അവളവിടെ കുട്ടികളെ സെറ്റ് ചെയ്യുന്ന ഓരോ കുട്ടികളെയും പിടിച്ച് വരിയായിട്ട് നിർത്തി ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഇത് സിനിയുടെ മോളാണ് കേട്ടോ. അങ്ങനെ അവൾ ആ തിരക്കിലാണ്. അത് നമ്മുടെ ഭാരതാംബയാണ് അവിടെ നിൽക്കുന്നത്. അപ്പം സിനി തകർത്ത് ഫോട്ടോ എടുപ്പിലാണ്, ഒന്നും ശ്രദ്ധിക്കുന്നതേ ഇല്ല. അപ്പോൾ ആ കുട്ടികളെ പിടിച്ചിങ്ങനെ നിരത്തി നിർത്തി ഫോട്ടോ എടുക്കുകയാണ് അവൾ. എന്ത് നല്ല രസമാണല്ലേ പിള്ളേരിങ്ങനെ ഒരുങ്ങി നിൽക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ ആ സ്കൂളിൻ്റെ മുറ്റം നിറച്ച് നല്ല വർണ്ണാഭമായിരുന്നു കേട്ടോ. വന്ന് കയറിയപ്പോൾ കുട്ടികളിങ്ങനെ ത്രിവർണ്ണ പതാകയും പിടിച്ച് ഇങ്ങനെ സ്കൂളിൻ്റെ അങ്കണത്തിൽ കൂടി ഇങ്ങനെ ഓടുന്ന ആ കാഴ്ച വളരെ മനോഹാരിത നിറഞ്ഞത് തന്നെയായിരുന്നു കേട്ടോ. ഭാരതാംബയ്ക്ക് എന്ത് ഭംഗിയായിട്ടാണെന്നറിയാമോ അവർ ഡാൻസ് കളിച്ചത്. അപ്പോഴാരും അറിയാതെ ഞാൻ സിനിയുടെ കുറേ 5-6 വീഡിയോസ് അങ്ങ് ഒപ്പിയെടുത്തു കേട്ടോ. അവൾ പോലും അറിഞ്ഞില്ല. അവൾ കുട്ടികളുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ അവളുടെ വീഡിയോ എടുത്തത്. അങ്ങനെ കുറേയധികം വീഡിയോസുകളും ഫോട്ടോസുകളൊക്കെ എടുത്ത് വളരെ മനോഹരമായി ലാസ്റ്റ് പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പായസമൊക്കെ എല്ലാ പിള്ളേരും കുടിച്ചു, ഞാനും കുടിച്ചു. അങ്ങനെ വളരെ മനോഹരമായി തന്നെ നമ്മുടെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. അടുത്ത വീഡിയോ വീണ്ടും